വികസിത രാജ്യങ്ങളുടെ ഒരു വൻ ക്ലബിലേക്ക് ഇന്ത്യ ആദ്യമായി ഒരു തുരങ്കം നിർമ്മിച്ചു. എന്താണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചത് എന്നറിയാമോ? ഇന്ത്യയിലേക്ക് ഒഴുകാൻ പോകുന്ന ആ ശതകോടികളുടെ നിക്ഷേപം ഏതൊക്കെ മേഖലകളെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത് എന്നറിയാമോ? സൂപ്പർ പവർ പദവിയിലേക്ക് ഇന്ത്യ നടത്തുന്ന ഈ അശ്വമേധത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നു. വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം നമ്മുടെ രാജ്യമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ഡാറ്റകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതെ, ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ചരിത്ര പ്രധാനമായ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഒഫീഷ്യലായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8 രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വെച്ച് അതീവ സുപ്രധാനമായി ഒപ്പുവെക്കപ്പെട്ട ഈ കരാർ കൃത്യമായ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും ശേഷമാണ് ഇപ്പോൾ നടപ്പിലാകുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. 1996 അതായത് ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒരു നിക്ഷേപ കരാർ ഉണ്ടായിരുന്നു. എന്നാൽ ആ പഴയ കരാറിനെ പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ട് ഇന്നത്തെ ആധുനിക ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിൽ ഇന്ത്യ സ്വന്തം നിബന്ധനകൾ വെച്ച് നിർമ്മിച്ചെടുത്ത പുതിയൊരു പവർഫുൾ ചട്ടക്കൂടാണിത്. ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയം നൽകുന്ന ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് ഈ കരാർ ഇന്ത്യയുടെ പരമാധികാരത്തെയും നയപരമായ സ്വാതന്ത്ര്യത്തെയും ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര നിക്ഷേപ നിയമങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഇത്രയും ബോൾഡായ ഒരു നിലപാടെടുക്കുന്നത്. വിദേശ നിക്ഷേപകർക്ക് സുരക്ഷ നൽകുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര താൽപ്പര്യങ്ങൾക്കും പൊതുനയങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ കരാറിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ വശം എന്താണെന്നറിയാമോ? OECD ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അഥവാ ലോകത്തിലെ ഏറ്റവും വികസിതവും സമ്പന്നവുമായ രാജ്യങ്ങളുടെ കൂട്ടായ്മയിലെ ഒരംഗവുമായി ഇന്ത്യ ഇത്തരം ഒരു തന്ത്രപരമായ നിക്ഷേപ കരാറിൽ ഏർപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇസ്രായേൽ ഈ ക്ലബിലെ ഒരു പ്രമുഖ അംഗമാണ്, അറിയാമല്ലോ. നിലവിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഉഭയകക്ഷി നിക്ഷേപം ഏകദേശം $800 മില്യൺ. എന്നാൽ ഈ പുതിയ നിയമം വരുന്നതോടെ ഇത് കേവലം കോടികളിൽ നിന്നും ശതകോടികളിലേക്ക്, അതായത് മില്യണുകളിൽ നിന്നും ബില്യൺ ഡോളറുകളിലേക്ക് കുതിച്ചുയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കണക്ക് കൂട്ടുന്നത്. ഇന്ത്യയിലേക്ക് വൻതോതിൽ മൂലധന ഒഴുക്കുണ്ടാകാൻ പോകുന്ന ഈ ഒരു സുവർണ കാലഘട്ടത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. പലരും ചോദിച്ചേക്കാം, എന്തിനായിരുന്നു 30 വർഷം പഴക്കമുള്ള ആ കരാർ മാറ്റിയത് എന്ന്. അവിടെയാണ് ഇന്ത്യയുടെ ദീർഘവീക്ഷണം. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ തങ്ങളുടെ പഴയതും രാജ്യത്തിന് ദോഷകരവുമായ പല വിദേശ നിക്ഷേപ കരാറുകളും റദ്ദാക്കിയിരുന്നു. കാരണം പഴയ കരാറുകളിൽ പലതും വിദേശ കമ്പനികൾക്ക് ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അന്താരാഷ്ട്ര കോടതികളിൽ കേസ് കൊടുക്കാൻ അനാവശ്യ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. എന്നാൽ പുതിയ ഇന്ത്യയുടെ നയം വ്യക്തമാണ്. ഞങ്ങളുടെ നിയമം, ഞങ്ങളുടെ പരമാധികാരം. പുതിയ BIA പ്രകാരം വ്യാഖ്യാനങ്ങൾക്കുള്ള അവ്യക്തതകളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കി. ഉദാഹരണത്തിന്, വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിലെ ആഭ്യന്തര നിക്ഷേപകർക്ക് തുല്യമായ പരിഗണന ലഭിക്കും. പക്ഷേ ഇത് സമാന സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കും. അതിലുപരി ഇന്ത്യയുടെ ഭൂമി, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ അതീവ തന്ത്രപ്രധാനമായ മേഖലകളിൽ വിദേശികൾക്ക് ഈ പരിരക്ഷ ലഭിക്കുകയുമില്ല. ഇതിലൂടെ ഇന്ത്യ സ്വന്തം മണ്ണും സമ്പത്തും സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വേദികളിൽ പലപ്പോഴും വിദേശ കമ്പനികൾ ഒരു രാജ്യത്തിന് പൊതുനയങ്ങളെ ചോദ്യം ചെയ്യാറുണ്ട്. എന്നാൽ ഈ കരാറിലൂടെ ഇന്ത്യ അതീവ ശക്തമായ ഒരു കവചം തീർത്തിരിക്കുന്നു. പൊതുജനാരോഗ്യം സംരക്ഷിക്കാനോ പരിസ്ഥിതി നിലനിർത്താനോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനോ വേണ്ടി ഇന്ത്യൻ സർക്കാർ എടുക്കുന്ന നയപരമായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ ഇനി ഒരു വിദേശ നിക്ഷേപകനും സാധിക്കില്ല. ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയോ പേയ്മെന്റ് ബാലൻസ് ബുദ്ധിമുട്ടോ ഉണ്ടായാൽ പോലും രാജ്യത്ത് നിന്നുള്ള ഫണ്ട് കൈമാറ്റം താൽക്കാലികമായി നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അധികാരവും ഇന്ത്യ തൻ്റെ കൈകളിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതായത് വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ വന്ന് ലാഭം ഉണ്ടാക്കാം, പക്ഷേ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ അവർക്ക് സാധിക്കില്ല. സാധാരണയായി വിദേശ നിക്ഷേപ കരാറുകൾ വിദേശ കമ്പനികളുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാറുള്ളത്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യ ഇവിടെ കളി മാറ്റിപ്പിടിച്ചു. ഈ കരാറിലൂടെ വിദേശ നിക്ഷേപകർക്ക് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ ഇന്ത്യ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നികുതി നിയമങ്ങൾ, അഴിമതി വിരുദ്ധ നിയമങ്ങൾ, സുതാര്യതാ മാനദണ്ഡങ്ങൾ എന്നിവ വിദേശ കമ്പനികൾ അക്ഷരം പ്രതി പാലിക്കണം. ഇനി ഏതെങ്കിലും വിദേശ നിക്ഷേപകനോ കമ്പനിയോ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയോ അനാവശ്യ ആനുകൂല്യങ്ങളോ നൽകാൻ ശ്രമിച്ചാൽ അവർക്ക് ഈ കരാർ പ്രകാരമുള്ള എല്ലാ നിയമ പരിരക്ഷകളും നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെടും. ഇന്ത്യയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ വൃത്തിയായി ചെയ്യണമെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്കിതിലെ ഏറ്റവും വലിയ ആവേശകരമായ ഭാഗത്തിലേക്ക് കടക്കാം. ഈ കരാർ വഴി ഇന്ത്യയിലെ ഏതൊക്കെ മേഖലകളിലാണ് വൻ വിപ്ലവം നടക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം ഞാൻ മുമ്പ് ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരം തരാം. ഈ വർഷം ഫെബ്രുവരിയിൽ ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ
ഇവിടുത്തെ സമാധാനം, നവീകരണം, സമൃദ്ധി എന്നിവയ്ക്കുള്ള പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തം സ്പെഷ്യൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോർ പീസ്, ഇന്നൊവേഷൻ ആൻഡ് പ്രോസ്പെരിറ്റി എന്ന തലത്തിലേക്ക് ഉയർത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വലിയ നിക്ഷേപ കരാർ വരുന്നത്. പ്രധാനമായിട്ടും ഞാൻ ഇനി പറയാൻ പോകുന്ന മേഖലകളിലാണ് ആ വൻ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ തന്നെ സ്റ്റാർട്ടപ്പ് നേഷൻ എന്നാണ് ഇസ്രയേൽ അറിയപ്പെടുന്നത്. അത്യാധുനിക AI സാങ്കേതിക വിദ്യകളിലും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലും അവർ മുന്നിലാണ്. ഈ കരാറിലൂടെ ഇന്ത്യൻ കമ്പനികൾക്ക് ഇസ്രയേലിലെ അത്യാധുനിക ഭൗതിക സ്വത്തുക്കളിലേക്കും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിലേക്കും സാങ്കേതിക വിദ്യകളിലേക്കും എളുപ്പത്തിൽ പ്രവേശനം ഉണ്ടാകും. ഇന്ത്യൻ IT മേഖല ഇനി വെറും ഒരു സർവീസ് മേഖലയായിരിക്കില്ല, മറിച്ച് ലോകത്തെ നിയന്ത്രിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രമായി മാറും. ഇന്ത്യയെ ഒരു ആഗോള സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ കോടികളുടെ പ്രോത്സാഹന പരിപാടികളാണ് നടപ്പിലാക്കുന്നത്. സെമി കണ്ടക്ടർ രൂപകൽപ്പനയിലും നൂതന ചിപ്പ് സാങ്കേതിക വിദ്യയിലും ലോകോത്തര നിലവാരമുള്ള ഇസ്രയേലി കമ്പനികൾക്ക് ഇനി ഇന്ത്യയിൽ വന്ന് നേരിട്ട് നിർമ്മാണശാലകൾ ആരംഭിക്കാൻ ഈ കരാർ വൻ സുരക്ഷയും ആത്മവിശ്വാസവും നൽകുന്നു. ചൈനയെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണിത്. കഴിഞ്ഞ വർഷം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ച പ്രതിരോധ ധാരണാപത്രത്തിന്റെ തുടർച്ചയായി ഇനി വെറും ഒരു വാങ്ങുന്നവനും വിൽക്കുന്നവനും എന്ന ബന്ധമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്, മറിച്ച് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി അത്യാധുനിക പ്രതിരോധ ആയുധങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവ ഇന്ത്യയിൽ തന്നെ സംയുക്തമായി വികസിപ്പിക്കാനും നിർമ്മിക്കാനും ഈ കരാർ വഴിയൊരുക്കുന്നു. ഇസ്രയേലി പ്രതിരോധ കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലെ പ്രതിരോധ ഉൽപ്പാദന മേഖലയിലേക്ക് നേരിട്ട് നിക്ഷേപിക്കാം. ഇത് ഇന്ത്യയുടെ സൈനിക ശക്തിയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. വരണ്ട ഭൂമിയെപ്പോലും ഹരിതാഭമാക്കാൻ ശേഷിയുള്ള ഇസ്രയേലിൻ്റെ മൈക്രോ ഡ്രിപ്പ് ഇറിഗേഷൻ, മലിനജല പുനരുപയോഗം, ഡിസലനൈസേഷൻ, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകൾ ഇനി വൻതോതിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകിയെത്തും. കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്ന ഇന്ത്യൻ കർഷകർക്ക് ഇതൊരു വലിയ അനുഗ്രഹമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഇന്ന് ആഗോള സാമ്പത്തിക രംഗത്തെ ഒരു കരുത്തുറ്റ ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ഈ ഇന്ത്യ ഇസ്രയേൽ നിക്ഷേപ കരാർ. വിദേശ നിക്ഷേപങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ അതിനൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പരമാധികാരവും നിയമങ്ങളും പണയം വയ്ക്കില്ല എന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് ലോകരാജ്യങ്ങൾക്കൊരു മാതൃക കൂടിയാണ്. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കും ബിസിനസ്സുകൾക്കും ആഗോളതലത്തിലേക്ക് വളരാനും വിദേശ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും ഇതിലും വലിയൊരു അവസരം ഇനി ലഭിക്കാനില്ല. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിലും വ്യവസായ മേഖലയിലും ഒക്കെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി കാത്തിരിക്കാം. ഭാരതത്തിൻ്റെ ഈ വൻ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഒപ്പം ഇതുപോലുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സപ്പോർട്ട് ചെയ്യൂ, ഫോളോ ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.